ഹലോ ഡെവലപ്പേഴ്സ്, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് ഫിബൊനാച്ചി സീക്വൻസ്, അതുപോലെ അതെങ്ങനെ റിക്കർഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. ഫിബൊനാച്ചി സീക്വൻസിൻ്റെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, ദ ഫിബൊനാച്ചി സീക്വൻസ് ഈസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് വേർ ഈച്ച് നമ്പേഴ്സ് ഈസ് ദ സം ഓഫ് ദ ടു പ്രിസീഡിങ് വൺസ്, typically starting with 0 and 1. അഥവാ 0, 1 എന്നീ രണ്ട് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മുമ്പുള്ള ഓരോ രണ്ട് സംഖ്യകളുടെയും ആകെത്തുകയായിട്ട് അടുത്ത സംഖ്യ വരും. അങ്ങനെ പോകുന്നതിനാണ് ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 0, 1 ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത സംഖ്യ വരുന്നത് ഈ 0, 1 ആഡ് ചെയ്തിട്ടുള്ള സംഖ്യ. 0, 1 ആഡ് ചെയ്താൽ നമുക്കറിയാം 1 ആണ്. പിന്നെ അടുത്ത് വരുന്നത് ഇപ്പോൾ രണ്ട് സംഖ്യകളുണ്ടല്ലോ, 1ഉം 1ഉം. ഈ രണ്ട് 1ഉം ആഡ് ചെയ്തിട്ടാണ് അടുത്ത സംഖ്യ അഥവാ 2 വരുന്നത്. പിന്നെ 2ഉം 1ഉം ആഡ് ചെയ്തിട്ട് 3, പിന്നെ 3ഉം 2ഉം ആഡ് ചെയ്തിട്ട് 5. ഇങ്ങനെ ഈ സീക്വൻസ് പോകണതാണ് ഫിബൊനാച്ചി സീക്വൻസ് ആയിട്ട് വരുന്നത്. ഇതൊരുപാട് അറിയപ്പെട്ട പല മെത്തേഡ്സുകളും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ സബ്ബായിട്ട് ഒന്നും കൂടി വരുന്നുണ്ട്. നാച്ചുറൽ, അങ്ങനെ ഒരുപാട് ഫോളോയിങ് തിങ്സ് ഇതിൽ ഉണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഇതെങ്ങനെ റിക്കർഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാമെന്നല്ല, ഈ സീക്വൻസ് എങ്ങനെ പ്രിൻ്റ് ചെയ്യാമെന്നൊക്കെ നോക്കാം. സോ അതിന് മുന്നോടിയായിട്ട് എന്താണ് റിക്കർഷൻ അതും കൂടി അറിയണമല്ലോ. റിക്കർഷൻ ഈസ് എ പ്രോഗ്രാമിംഗ് ടെക്നിക് വേർ എ ഫങ്ഷൻ കോൾ itself to solve a problem. It continues calling itself with smaller inputs until it reaches a base condition. The loop stops for the recursive call. ഇതാണ് ബേസിക്കലി റിക്കർഷൻ എന്ന് പറയുന്നത്. റിക്കർഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ പറഞ്ഞ പോലെ അതൊരു ടെക്നിക്കാണ്. അഥവാ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷനെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും കോൾ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിക്കർസീവ്ലി ഇതിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യും. ഇത് എൻ്റെ ചെയ്യാണ്ട് പോകും. സോ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബേസ് കണ്ടീഷൻ കൊടുക്കും. അപ്പോൾ ആ ഒരു ബേസ് കണ്ടീഷൻ എപ്പോഴാണോ ഇത് മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, ഈ റിക്കർഷൻ ഇവിടെ നിൽക്കും. എന്നിട്ടിത് എന്ത് ചെയ്യും, ഇത് ബാക്ക് ട്രാക്ക് ചെയ്യും. അവിടെ ട്വിസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ഫിബൊനാച്ചി സീക്വൻസിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. സോ അപ്പോൾ ഇതിനുള്ളൊരു ഫോർമുല ഉണ്ട്. എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ മൈനസ് 1ഉം എഫ് ഓഫ് എൻ മൈനസ് 2. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഫിബൊനാച്ചി നമ്പറിനെ കിട്ടും. സോ ഇവിടെയുള്ള ബേസ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുമ്പോൾ 0നെ കൊണ്ട് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, 0 റിട്ടേൺ പോകണം. അതുപോലെ 1നോട് മീറ്റ് ചെയ്യുമ്പോൾ 1 റിട്ടേൺ പോകണം. അതാണ് അവിടുത്തെ രണ്ട് ബേസ് കണ്ടീഷൻ നമ്മൾ കൊടുക്കണത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫിബൊനാച്ചി സീക്വൻസിനെ പലരും പ്രിൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതുപോലെ ഫിബൊനാച്ചി സീക്വൻസ് ഇത് കൊടുക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, VS കോഡിൽ നമ്മൾ ഡീബഗ് ചെയ്തിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ ഇത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കോള് പോകുന്നു നമുക്കറിയാം. നമുക്ക് കോൾ സ്റ്റാക്ക് ഉണ്ട്, ഓൾറെഡി നമ്മളിതൊക്കെ പഠിച്ചാണ്. കോൾ സ്റ്റാക്ക് ഉണ്ട്. ആ സ്റ്റാക്കിൽ തന്നെ ഒരു ഫങ്ഷൻ കോൾ പോകുമ്പോൾ അതിനൊരു സെപ്പറേറ്റ്, ഓരോ ഫങ്ഷനും സെപ്പറേറ്റ് മെമ്മറിയും ഉണ്ടാവും. ഒരു ഫങ്ഷൻ എഴുതി വെച്ചൊരു സാധനം ഉണ്ടാവും. ഇങ്ങനെ എല്ലാത്തിനും ഉണ്ടാവും നമുക്കറിയാം. അതുപോലെ ഒരു സിംഗിളായിട്ട് ഒരു കോൾ സ്റ്റാക്ക് ഉണ്ട്. സ്റ്റാക്ക് പറയുമ്പോൾ അതിലേക്ക് ഓരോന്ന് പോകുന്നു. ലാസ്റ്റ് പോയത് ഫസ്റ്റ് വരുന്നത് ലിഫോ അനുസരിച്ചും സ്റ്റാക്കിൽ ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് പോയത് ഫസ്റ്റ് വരും. അപ്പോൾ ആ ഒരു ഇതും നമുക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതോടൊപ്പം ഇതിനെങ്ങനെ ഡീബഗ് ചെയ്തിട്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അപ്പോൾ അതെങ്ങനെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മളിവിടെ ഫങ്ഷൻ എഴുതുന്നുണ്ട്. അതുപോലെ രണ്ട് ബേസ് കണ്ടീഷനും കൂടി എഴുതുന്നുണ്ട്. ഒരു കണ്ടീഷൻ ഉണ്ട്. അതുപോലെ നമ്മളിവിടെ ഫിബൊനാച്ചി ആ ഒരു ഫോർമുലനെ കൂടി എഴുതിയിട്ടുണ്ട്. അഥവാ അതിൻ്റെ ശേഷമുള്ളതിനെയും അതിൻ്റെ ശേഷമുള്ള രണ്ടെണ്ണത്തിനെ കൂട്ടിയതായിരിക്കും ഫിബൊനാച്ചി ആയിട്ട് വരിക.
അപ്പോൾ അതും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 വെച്ചിട്ട് ഫിബിനോക്കി കോൾ ചെയ്ത് നോക്കുക. സോ എന്താ റിസൾട്ട് വരുന്ന നോക്കാം. സോ നമുക്കിവിടെ 5 എന്ന് ഇട്ടിട്ടുണ്ട്. അതുപോലെ 6 കൊടുക്കുകയാണ്, നമുക്ക് 8 കിട്ടേണ്ടതാണ്. യെസ്, 8 എന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കറിയുള്ളത് ഇത് എങ്ങനെയാണ് ഈ ഒരു JS-ൽ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം ഈ ഫിബിനോച്ചിയിലുള്ള ഈ ഒരു പൊസിഷനാണോ കോളാവുന്നത്, ഇത് ഫുള്ള് കോൾ ചെയ്ത് ഈ 5 മൈനസ് ചെയ്തിട്ട് പോയിട്ട് ശേഷമാണോ ഇത് കോളാവുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഇത് എഴുതുമ്പോൾ നമുക്കുണ്ടാവും. പലർക്കും ഫിബിനോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണാപാഠം പഠിച്ചിട്ട് അങ്ങനെ ആണ് പോയതാവും, അങ്ങനെ മനസ്സിലാക്കി വെച്ചാവും. പക്ഷേ എക്സ്ട്രീമിലി ഇതിൻ്റെ ബാക്കിൽ ഇതെങ്ങനെ നടക്കണോ, ഇതെങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ആവണമെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത്തരക്കാർക്കുള്ളൊരു വീഡിയോ ആണിത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡീബഗ് ചെയ്ത് നോക്കാം. ഡീബഗിങ് സ്കില്ല് എല്ലാവർക്കും ഇമ്പ്രൂവ്ഡ് ആയിരിക്കും, എല്ലാവരും ഡീബഗ് ചെയ്ത് നോക്കുന്നവരെന്നായിരിക്കും. പക്ഷേ നമുക്ക് ഡീബഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഡീബഗിൽ റൺ ആൻഡ് ഡീബഗ് എന്ന് എടുത്താൽ നമുക്ക് Node.js സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. നമ്മൾ ഇവിടെ ഒരു പോയിൻ്റർ ഇട്ട് കൊടുക്കണുണ്ടോ, എവിടെയാണ് നമുക്ക് കോളിംഗ് വരുന്നതിനടുത്ത് പോയിൻ്റർ ഇട്ട് കൊടുക്കണം. സോ അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റർ വന്നു. ഇനി ഈ ഒരു കോൾ ഇപ്പോൾ കൺസോളോട്ട് ഇപ്പോൾ ഇതിലൂടെ നമ്മൾ വിശദീകരിക്കാൻ പോകണം. ഇപ്പോൾ 5 വെച്ചിട്ടുള്ള ഫസ്റ്റ് കോളാണ് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കോൾ സ്റ്റാക്ക് എംറ്റി ആണ്. കോൾ സ്റ്റാക്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കോളും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ലോക്കലും വേരിയബിളും ഒന്നും ഇപ്പോൾ ഡിക്ലെയർ അല്ല. അപ്പോൾ ആദ്യത്തെ കോൾ പോകുമ്പോൾ എന്ത് ചെയ്യും, ആദ്യത്തെ കോളിൽ നമുക്കറിയാം, ആദ്യത്തെ കോള് സ്റ്റാക്കിലോട്ട് എത്തി. സ്റ്റാക്കിലോട്ട് ആദ്യത്തെ കോള് പുഷായി. അപ്പോൾ അതിൽ എത്രയാണ്, 5 ആണുള്ളത്. ഫസ്റ്റത്തെ കോളിൽ 5 ആണുള്ളത്. ഇനി അടുത്ത കോളിലോട്ട്, അടുത്ത ലൈനിലോട്ട്, ലൈൻ ബൈ ലൈൻ ആണല്ലോ, ടോപ്പ് ടു ബോട്ടം. അപ്പോൾ ഇപ്പോൾ അടുത്ത റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, n 1 കുറക്കണം. 1 കുറക്കുമ്പോൾ 5 1 കുറക്കുമ്പോൾ എത്ര ആയിരിക്കും, 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. 5 1 കുറച്ച് 4 ആയി. 4 ആയപ്പോഴും നമ്മളെ ബേസ് കണ്ടീഷൻ മീറ്റ് ചെയ്യണില്ല. ബേസ് കണ്ടീഷൻ നമ്മൾ കൊടുത്തത് n 0 അല്ലെങ്കിൽ 1 ആകുമ്പോഴാണ് ഈ ഒരു ബേസ് കണ്ടീഷൻ വർക്കാവുള്ളൂ. അപ്പോൾ വീണ്ടും ഇതേ പോകുന്നു, വീണ്ടും 4 1 കുറക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, 3 ആവുന്നു. ഇപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഓരോ ഫംഗ്ഷൻ കോൾ വരുന്നുണ്ട്. ഇതിൽ n എന്നുള്ള നമ്മൾ 5 ആണ് പറഞ്ഞത്. ഇതിൽ n എത്രയാണ്, 4 ആണുള്ളത്. ഇതിൽ n 3 ആണുള്ളത്. അവിടെ നമ്മൾ നിൽക്കണേ. ഇങ്ങനെ ഓരോ കോൾ പോകുമ്പോഴും എന്ത് ചെയ്യും, ഓരോന്നിച്ച് കുറയും. അഥവാ ഇവിടുത്തെ മൊത്തം എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടായിരിക്കും, ഈ ഫംഗ്ഷൻ മൊത്തം കോള് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനിലോട്ട് പോകുള്ളൂ. കാരണം ആഡിൻ്റെ സിൻറ്റാക്സ് അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കഴിഞ്ഞിട്ടാവും റൈറ്റിലോട്ട് പോകുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും പോവും. എന്ത് ചെയ്തു, 2 അപ്പോൾ എത്രയായി, ഇവിടെ 1 2 3 4 ഇനി ഒരു കോളും കൂടി പോകാണ്ട്. അപ്പോൾ പോയി 2 1 കുറച്ചിട്ട് 1 അല്ലേ. അപ്പോൾ എത്ര ഉണ്ട്, 5. ഈ ഒരു ഫംഗ്ഷൻ കോളിൽ n 5 ആണ്. ഈ ഒരു ഫംഗ്ഷൻ കോളിൽ n 4 ആണ്. 3 2 1 1ൻ്റെ അവിടത്തെ ഇപ്പം എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ബേസ് കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലേ, മീറ്റ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു കർസർ എവിടേക്കായിരിക്കും, ഇങ്ങോട്ടെത്തും. ഇങ്ങോട്ട് റിട്ടേൺ അടിക്കണം. ഓക്കെ, റിട്ടേൺ അടിക്കുമ്പോൾ വ്യക്തമായി ശ്രദ്ധിച്ചോളി. ഇവിടെ 5 ഉണ്ട്, ഇതിലിപ്പോൾ 1 ഇപ്പോൾ പോകും. റിട്ടേൺ അടിക്കുകയാണ്. കാരണം റിട്ടേൺ അടിക്കാൻ പോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റാക്കിൽ നിന്ന് അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇനി റിട്ടേൺ പോരും എന്നല്ല പറയണേ. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ഒരു ഫംഗ്ഷനെ അപ്രത്യക്ഷമാവും, അഥവാ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതാ പോകണോളി. റിട്ടേൺ വാല്യൂ 1 എന്ന് വന്നു. റിട്ടേൺ വാല്യൂ 1 വന്നു. അപ്പോൾ പോകും. അവിടെ 1 കുറഞ്ഞു. ഈ കുറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി അടുത്ത് എന്തായിരിക്കും ഉണ്ടാവുക. ഈ കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പോൾ റിട്ടേൺ വാല്യൂ 1 എന്നുണ്ട്. ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ 1 എന്ന് ഇവിടെ കിട്ടി. ഇനി 1 ആഡ് ചെയ്യേണ്ട വാല്യൂ ആണ് നോക്കണത്. അപ്പോൾ ആഡ് ചെയ്യേണ്ട വാല്യൂക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത ഫംഗ്ഷൻ എക്സിക്യൂഷൻ കോണ്ടക്സിലാണ് അത് കിടക്കുന്നത്. അതിൽ നിന്നാണ് ഈ ആഡ് ചെയ്യാനുള്ള കോള് പോണത്. ആ എക്സിക്യൂഷൻ കോണ്ടക്സിൽ എത്രയാണുള്ളത്, n 2 ഉള്ളത്. അവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ് നടക്കുന്നത്. നമുക്ക് മനസ്സിലാവേണ്ടൊരു കാര്യമാണ്. കാരണം
ലാസ്റ്റത്തെ കോള് പോയത് 1 വെച്ചിട്ടാണ്. n കുറച്ച് ലാസ്റ്റ് 1 വെച്ചിട്ടാണ് കോള് പോയത്. അതിൻ്റെ തൊട്ട് മുമ്പ് പോയത് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. കാരണം മറ്റേത് അവിടുന്ന് പോയി 1 എന്നുള്ള ഇത് പോയി, പിന്നത്തെ എന്തായിരിക്കും? 2 ആയിരിക്കും. ആ n 2 എന്നാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ 2നെ കുറക്കണത്. ഓക്കെ, രണ്ടാമത്തെ 2 കുറക്കുമ്പോൾ എത്ര ആയിരിക്കും? 2 2 കുറച്ചാൽ 0 ആയിരിക്കും. അപ്പോഴോ 0 ആയി. അപ്പോൾ ഇവിടെ ആ 0 വെച്ചിട്ടുള്ള 0n ആയിട്ടുള്ള എന്താണ്? എക്സിക്യൂഷനാണ് ഈ ഇത് പോണത്. ഓക്കെ, ഈ കാണുന്നത് അതാണ് കോൾ സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത്. ഓക്കെ, അത് 0നെ മീറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും 0 എന്നുള്ള വാല്യൂ വരും. അപ്പോൾ ഈ 0യും ലാസ്റ്റ് പോയ 0യും ഈ 1ഉം അവിടെ കൂട്ടുമ്പോൾ എത്ര ആവും? 1 എന്നുള്ളത് റിട്ടേൺ വരും. ഓക്കെ, അത് എവിടേക്കാണ് പോകണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ 0 എന്നുള്ളത് ഇപ്പോൾ അവിടുന്ന് പോപ്പായി പോയി. പിന്നെ അപ്പോൾ എക്സിക്യൂഷൻ എന്തായി? ആ 0യും 1ഉം അവിടെ കൂട്ടി 1 ആണ്. ഈ 1 നമ്മൾ പോണത് എവിടേക്കായിരിക്കും? ഈ 3 എന്നുള്ള n വെച്ചിട്ട് കോൾ പോയില്ലേനോ? 3 എന്നുള്ളത് അതിലോട്ടായിരിക്കും ഇത് പോവുക. ഓക്കെ, ഉണ്ടോ? അതും അവിടുന്ന് പോപ്പ് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്തു? 3 എന്നുള്ള എക്സിക്യൂഷൻ കോണ്ടസ്റ്റിലോട്ട് എത്തി. 3 എത്തി. ഈ 3ന്ന് വീണ്ടും എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ വാല്യൂ എത്ര ഉള്ളത്? 1 ആണുള്ളത്. ഈ 1ലോട്ടാണ് ഇനി ഈ എക്സിക്യൂഷൻ കോണ്ടസ്റ്റിലൊക്കെ ആഡ് ആക്കണം. 1ലോട്ട് എന്ത് ചെയ്യും? 1 റിട്ടേൺ വാല്യൂ 1, പക്ഷേ n ഇപ്പോൾ എത്രയാണ്? 3. കാരണം 3ാമത്തെ കോളിലാണ് ഉള്ളത് നമ്മൾ കിടക്കണത്. ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതെന്ത് 1ഉം 2ഉം പോപ്പ് ചെയ്ത് പോയി. ഓക്കെ, പോയി. അപ്പോൾ ഇനി ഈ 3ന്ന് 2 കുറക്കണം നമുക്ക്. ഇതിപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കോൾ പോയി. എന്താണ് 3ന്ന് 1 കുറച്ച് എത്ര നമുക്ക് കിട്ടണേ? 3ന്ന് 2 കുറച്ച് എത്ര കിട്ടണത്? 1 കിട്ടണത്. അപ്പോൾ വീണ്ടും 1 വെച്ചിട്ട് കോള് 1 n എന്ന രീതിയിൽ കോൾ പോയി. അപ്പോൾ വീണ്ടും അവിടെ ഒരു ഫംഗ്ഷനും കൂടിയും ക്രിയേറ്റ് ചെയ്തു, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. സോ നെക്സ്റ്റ് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. കാരണം 1 നമുക്കുള്ളത്. 1നെ മീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റിട്ടേൺ വാല്യൂ 1 എന്ന് കിട്ടും. ഈ റിട്ടേൺ വാല്യൂവും മുമ്പ് നമുക്ക് ഓൾറെഡി റിട്ടേൺ വാല്യൂ എത്ര ഉണ്ട്? 1 ഉണ്ട്. അതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ പോണത്. പോയി റിട്ടേൺ വാല്യൂ നമുക്ക് 1 റിട്ടേൺ കിട്ടി. നമുക്ക് എന്ത് ചെയ്തു? വിളിച്ചു കൊടുത്തേക്ക് വന്നു, പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ റിട്ടേണിൽ എന്ത് ചെയ്യും? ഈ 2ഉം ആഡ് ചെയ്തു. 2ഉം 1 ആഡ് ചെയ്ത് എത്ര? 2 ആയി. ഓക്കെ, 2 ആയി. ഇനി ഈ 2 ഉണ്ടല്ലോ, അത് മുമ്പത്തെ എക്സിക്യൂഷനും കോൺടാക്ട്. ഭയങ്കര ട്രിക്കിയാണ്, പക്ഷെ മനസ്സിലാക്കി ആ ഒരു നമുക്കറിയാം സ്റ്റാക്കിലോട്ട് ഓരോ ഫംഗ്ഷൻ പുഷ് ചെയ്യും. അപ്പോൾ അവിടുത്തെ n എത്രയാണ് എന്ന് മനസ്സിലാക്കി. അത് സിമ്പിളാണ്, വെരി സിമ്പിൾ. സോ ആ 2ന് എന്ത് ചെയ്യും? റിട്ടേൺ കൊടുക്കും. റിട്ടേൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? റിട്ടേൺ വരുന്നത് എവിടേക്കാണ്? ഇനി ലാസ്റ്റത്തെ അടുത്ത കോൺടാക്റ്റിൽ വരുന്ന 4ാമത്തേലോട്ടാണ് വരുന്നത്. 4. അപ്പോൾ 4ഉം 5 ഉണ്ടോ? 5 ഉണ്ട്, 4 ഉണ്ട്. 5 ഉണ്ട്, 4 ഉണ്ട്. ഈ 4ലോട്ടാണ് എത്തണം. ഇനി 4 നമുക്ക് എന്ത് ചെയ്യാം? 2 കുറക്കണം. ഓൾറെഡി റിട്ടേൺ വാല്യൂ 2 ഉണ്ടെന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. 2 ഓൾറെഡി ഉണ്ട്. ഈ 2ലോട്ടാണ് ഇനി ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ 2ന്ന് 2 കുറക്കുമ്പോൾ 2 നട്ടു. 2ന്ന് 2 കുറച്ചപ്പോൾ 2 കിട്ടി. അപ്പോൾ 2 വെച്ചിട്ട് വീണ്ടും ഒരു എക്സിക്യൂഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഒരു ഫംഗ്ഷൻ അവിടെ പുഷ് ചെയ്തു. ഫംഗ്ഷൻ പുഷ് ചെയ്തു. ഇനി 0നെ മീറ്റ് ചെയ്യുന്നില്ല, 1നെ മീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ട്വിസ്റ്റ് വരും. അടുത്ത ട്വിസ്റ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 2 വെച്ചിട്ടാണ് കുറച്ച്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടെത്തി. കാരണം ഇത് 2 മീറ്റ് ചെയ്തില്ല. അപ്പോൾ ആഡ് ചെയ്യാനുള്ളടത്ത് എത്തിയില്ല. വീണ്ടും ഇത് വർക്ക് ചെയ്യും. എന്ത്? 1 വർക്കും. 2ന്ന് 1 വർക്കുമ്പോൾ എത്രയായും? 1 ആയി. ഇപ്പോൾ ഇത് 2 n, ഇതിൽ 2 n ഉണ്ടാവുക, ഈ ഒരു ഇതിലുണ്ടാവുക. ഇതിൽ 2 എത്ര ആയിരിക്കും? n എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ആ 1 എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ 2 ആ 1 റിട്ടേൺ വരും. 1 റിട്ടേൺ വരുമ്പം ആ 1ക്ക് മുമ്പ് പോയില്ലേ? മുമ്പ് പോയത് എത്ര ആയിരിക്കും? 2 വെച്ചിട്ടോളം കോൾ ചെയ്യാം. ആ 2ന്ന് വീണ്ടും 2 വെച്ചിട്ട് കോൾ പോകും. മനസ്സിലാക്കണം. ഇപ്പോൾ വീണ്ടും 4 ഓൾറെഡി അവിടെ 2 കൂട്ടാൻ കിടക്കുന്നുണ്ട്. പിന്നെ എക്സിക്യൂഷൻ കോണ്ടസ്റ്റിൽ 2 ക്രിയേറ്റ് ആയിട്ടുണ്ട്. 1 വെച്ചിട്ടും കോൾ പോയിട്ടുണ്ട് സ്റ്റാക്കിലോട്ട്. അപ്പോൾ പോപ്പ് ചെയ്ത് വരുമ്പം ആ 2ാമത്തേലോട്ടാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. 1 പോപ്പ് ചെയ്ത് വന്നു, 1 റിട്ടേൺ വാല്യൂ കിട്ടി. 2ാമത്തെ കോൾ പോവാണ്. 2ാമത്തെ കോൾ പോകുമ്പം സ്ട്രീമിൽ എന്ത് ചെയ്യും? ആ 1ക്ക് നമുക്ക് 0 റിട്ടേൺ കിട്ടും. അപ്പോൾ 0 n 0 ആകുമ്പോൾ എന്ത് ചെയ്യും? 0 റിട്ടേൺ കിട്ടും. 0 റിട്ടേൺ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇവിടുന്ന് ഇപ്പോൾ എന്ത് ചെയ്യും? ആ n 0 എന്നുള്ളതും
പോപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് റിട്ടേൺ വാല്യൂ 0 എന്നിട്ട് 0യും നമുക്ക് മുമ്പുണ്ടായിരുന്ന ആ 1 പാടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 എന്നിട്ട് ഇനി ഇത് പോകുന്നത് എവിടേക്കായിരിക്കും? ഈ രണ്ടാമത്തെ എക്സിക്യൂഷൻ കോണ്ടസ്റ്റിലോട്ട് ആയിരിക്കും. അത് പോകുന്ന എവിടേക്കായിരിക്കും? 4 പോയില്ലേ? അവിടെ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു 4 എന്ന് വെച്ചിട്ടുള്ള കോള് പോയപ്പോൾ നമുക്ക് റിട്ടേൺ വാല്യൂ 1 എന്ന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഈ 1 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 3 എന്ന് റിട്ടേൺ കിട്ടും. 3 എന്നുള്ള റിട്ടേൺ വാല്യൂ ആയി. അപ്പോൾ 3 ആഡ് ചെയ്ത് 3 ഇനി എന്ത് ചെയ്യും? ഈ 5 വെച്ചിട്ടുള്ള എക്സിക്യൂഷൻ കോണ്ടസ്റ്റിലോട്ട് ഈ റിട്ടേൺ വാല്യൂവിനെ ആഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 3 ഉണ്ട് കേട്ടോ. 3 ഓൾറെഡി ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. 2ഉം 1ഉം അവിടെ കൂട്ടിയ 3 ഇവിടെ ഉണ്ട്. ഇനി ആ എക്സിക്യൂഷൻ കൊണ്ട് ഏറ്റവും ഫസ്റ്റ് പോയ എക്സിക്യൂഷൻ കോണ്ടസ്റ്റിലുണ്ടായിരുന്ന 5 ആയിരുന്നു. നമ്മൾ ഇനീഷ്യലി വിളിച്ച 5 അവിടെ എത്തിക്കഴിഞ്ഞു. നമ്മളിത് തീരാനായിട്ടുണ്ട്, ലാസ്റ്റായി. ഇനി എന്താണ്? ഈ 5 നമ്മൾ 2 ഓർക്കും. കാരണം അവിടെ 2 ഓർക്കാനുള്ളത്. 2 വർഷം 3 വീണ്ടും 3 എന്നുള്ളൊരു വെച്ചിട്ടൊരു കോളാണ് പുതുതായിട്ട് നമ്മൾ എവിടേക്ക് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണത്. ഇപ്പോൾ 3 വെച്ച് കോൾ ചെയ്തു. 3 വെക്കുമ്പോൾ 2 മീറ്റ് ചെയ്യാത്തതും വീണ്ടും ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇതൊന്ന് 1 കുറക്കാൻ പോകണം. ഇവിടെ എത്തിയപ്പോൾ 1 കുറക്കാൻ പോകണം. ഇവിടെ എത്തുമ്പോൾ ഡിഫറെൻ്റ് കേട്ടോ. ഇവിടെ 2 കാരണം ആഡ് ചെയ്യാനാണ്. മറ്റോടത്ത് എന്താണ്? ഇത് രണ്ടും ബേസ് കണ്ടീഷൻ മീറ്റ് ചെയ്ത് ഇതിലൂടെ വീണ്ടും കണ്ടെത്തും. എന്നിട്ട് എന്ത് ചെയ്യും? 1 കുറക്കുമ്പോൾ എന്ത് ചെയ്യും? 2 ആവും. 2 ആകുമ്പോൾ മീറ്റ് ചെയ്യില്ല. അപ്പോഴൊക്കെ ഇവിടെ ഒരു എക്സിക്യൂഷൻ വീണ്ടും ഇപ്പോൾ 3 2. ഓക്കെ, 3ഉം 2ഉം 2 ഫങ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കോൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? 0ന് മീറ്റ് ചെയ്യില്ല, 2 അപ്പോൾ വീണ്ടും ഒന്നും കൂടി എക്സിക്യൂഷൻ വർക്ക് ചെയ്യും. വീണ്ടും 1 കുറക്കുമ്പോൾ 1 അപ്പോൾ ഏതൊക്കെയുള്ളത്? ഇവിടെ 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ, 1 ആകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ മീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മുമ്പ് പറഞ്ഞ പോലെ ആ രണ്ടാമത്തേലോട്ട് കോൾ വരും. രണ്ടാമത്തെ ഇതിലോട്ട് കോൾ ചെയ്തിട്ട് 2 വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും? 2ന്ന് 2 കുറച്ചിട്ട് 0 നമുക്ക് റിട്ടേൺ കിട്ടും. 0 റിട്ടേൺ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ആ 0യും ഈ 1ഉം പാടെ റിട്ടേൺ വാല്യൂ 2ഉം കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വീണ്ടും 1 കിട്ടും. ഈ 1 നമ്മൾ എന്ത് ചെയ്യും? ബാക്കിലോട്ട് 3 എന്നുള്ള എക്സിക്യൂഷൻ കോൺട്രസ്റ്റിലോട്ട് എത്തും. 3 വെച്ചിട്ട് 3ന്ന് വീണ്ടും 2 കുറക്കും. 3ന്ന് വീണ്ടും 2 കുറച്ചിട്ട് കോൾ പോകുമ്പോൾ എന്നൊക്കെയും നമുക്ക് 1 കിട്ടും. 1 കിട്ടുമ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്, അതിലോട്ട് 1 പാടെ ആഡ് ചെയ്യണം. ഓക്കെ, റിട്ടേൺ നമുക്ക് 1 കിട്ടും. ഓൾറെഡി ഇവിടെ 1 ഉണ്ട് കേട്ടോ. നമുക്ക് മുമ്പത്തെ എക്സിക്യൂഷൻ കോണ്ടസ്റ്റിൽ റിട്ടേൺ ചെയ്ത് വന്ന 1 ഉണ്ട്. ഓക്കെ, 1ലേക്ക് എന്ത് ചെയ്യും? യെസ്, ആ 1ഉം റിട്ടേൺ വന്നു. ആ 1ൽ എന്ത് ചെയ്യും? യെസ്, ആ 1ഉം മുമ്പത്തെ 1ഉം പാടെ ആഡ് ചെയ്തിട്ട് 2 എന്ന് റിട്ടേൺ കിട്ടി. നമ്മൾ മൂന്നാമത്തെ എക്സിക്യൂഷൻ കോണ്ടസ്റ്റിലാണ് ഇവിടെ 3 വെച്ചിട്ട് കോൾ ചെയ്ത്. ആ 3 റിട്ടേൺ വരുന്നത് എവിടേക്കായിരിക്കും? 5 എന്നുള്ള എക്സിക്യൂഷൻ കോണ്ടസ്റ്റിലാണ്. 5 എന്നുള്ള എക്സിക്യൂഷൻ കോണ്ടക്സ്റ്റിൽ ഓൾറെഡി റിട്ടേൺ വാല്യൂ ആയിട്ട് ഇവിടെ എന്തുണ്ട്? 3 നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ആ 3ലോട്ട് ഈ 2നെ ആഡ് ചെയ്തിട്ട് 5 എന്ന റിട്ടേൺ വാല്യൂ എന്ത് ചെയ്തു? ഇവിടെ കിട്ടി. ആ കിട്ടിയത് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 5 എന്നുള്ള റിട്ടേൺ വാല്യൂ ഫിബിനോച്ചി കിട്ടി. 5ൻ്റെ 5 ആണ് കേട്ടോ. 6ൻ്റെ 8 ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിമ്പിളി ഫിബിനോച്ചി സീക്വൻസ് റിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയത്. കോൾ സ്റ്റാക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മൾ നോക്കി. എങ്ങനെയൊക്കെ ഡീബഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഓരോന്നും വർക്ക് ചെയ്യണത്. ആദ്യത്തെ കോൾ പോകുന്നത് ഇത് മൊത്തം തീർന്നിട്ടായിരിക്കും അതിലോട്ട് പ്ലസ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സിമ്പിളി മനസ്സിലാക്കിയാൽ നമുക്ക് റിക്കർഷൻ്റെ ഏകദേശം എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുള്ള കൃത്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? റിക്കർഷനെ ഏത് രൂപത്തിലും ഉപയോഗിക്കാനും കാര്യങ്ങൾ കഴിയും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോയിൽ താങ്ക് യു. പിന്നെ വേറെ എന്തെങ്കിലും ഇനി വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്, ഡീബഗ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.